നിന്നെ കാണാതെ ഞങ്ങളെല്ലാം ഇവിടെ ടെൻഷൻ അടിച്ചിരിക്കുവായിരുന്നു. എന്താ കാര്യം? എന്താ പ്രശ്നം? ഇന്ന് സ്പെഷ്യൽ കോച്ചിങ് ഉണ്ടായിരുന്നു. നേരത്തെ കഴിയുമെന്ന് പ്രതീക്ഷിച്ചതാ, പക്ഷെ ലേറ്റായി പോയി. അപ്പോഴേക്കും പതിവ് ബസ്സും പോയി. അറിയാലോ, അടുത്ത ബസ് 4 മണിക്കൂർ കഴിഞ്ഞിട്ടേ ഉള്ളൂ. എന്ത് ചെയ്യണമെന്ന് അറിയാതെ ആകെ വിഷമിച്ച് നിൽക്കായിരുന്നു. അപ്പോഴാ അമ്പിളിയേട്ടനെ കണ്ടേ. ഞാനേ ടൗണിൽ ഒരു ഓട്ടം പോയതായിരുന്നു. അവിടെ വെച്ചാ രശ്മിയെ കണ്ടത്. ഇല്ലെങ്കിലേ രാത്രി 8 മണി വരെ രശ്മി അവിടെ നിൽക്കേണ്ടി വന്നേനെ. പേടിച്ചു പോയോ? ചെറുതായിട്ട്. അതെ, ആളെ ഞാൻ ഭദ്രമായിട്ട് എത്തിച്ചിട്ടുണ്ടേ. എന്നാ പിന്നെ ഞാൻ വിട്ടോട്ടെ? ശരിയടാ. ആ, വലിയ ഉപകാരം. ആയിക്കോട്ടെ. മോളെ വിഷമിക്കണ്ട കേട്ടോ. മോളിനി വീട്ടിൽ ഇരുന്ന് ഇംഗ്ലീഷ് പഠിച്ചാൽ മതി. അപ്പൊ ഈ ആദ്യമൊന്നും ഇല്ലല്ലോ. സമാനമായിട്ട് നമുക്ക് വീട്ടിൽ തന്നെ ഇരിക്കാം. ഇവിടെ ഇരുന്ന് എങ്ങനെയായിട്ട് ഇംഗ്ലീഷ് പഠിക്കുന്നത്? അത് പാറു ഇവിടെ ഉണ്ടല്ലോ. പാറു മോളെ ഇംഗ്ലീഷ് പഠിപ്പിച്ചു തരും അല്ലേ പാറു? അത് ശരിയാവില്ല. രശ്മിയെ ഇംഗ്ലീഷ് പഠിപ്പിക്കുന്നതിൽ എനിക്ക് പ്രയാസം ഉണ്ടായിട്ടല്ല. ഇംഗ്ലീഷ് ഞാൻ പഠിപ്പിക്കാം. എങ്കിലും പതിവ് പോലെ രശ്മി ഇംഗ്ലീഷ് കോച്ചിങ് ക്ലാസ്സിൽ പോയി തന്നെ പഠിക്കണം. അല്ല, അവിടെ പോയിട്ട് വരുമ്പോ ഇനി ഇതുപോലെ ബസ് കിട്ടാതിരുന്ന ഒരു പ്രതിസന്ധി ഉണ്ടായ അതിന്റെ പേരിൽ പെൺകുട്ടികളെ വീട്ടിൽ തളച്ചിടുകയല്ല വേണ്ടത്. മറിച്ച് ആ പ്രതിസന്ധിയെ അതിജീവിക്കാനുള്ള മാർഗങ്ങളും സൗകര്യങ്ങളും ഒരുക്കി കൊടുക്കല്ലേ വേണ്ടത്. എന്ത് മാർഗം? ബസ് കാത്തു നിന്നല്ലേ രശ്മി വരാൻ വൈകിയത്. ഇനി അത് വേണ്ട. രശ്മിക്ക് ഒരു സ്കൂട്ടർ വാങ്ങിക്കൊടുക്കണം. സ്കൂട്ടറോ? ആ, സ്കൂട്ടർ. എന്താ കുഴപ്പം? സ്കൂട്ടറിലാവുമ്പോ രശ്മിക്ക് അവളുടെ സൗകര്യം പോലെ പോകാൻ വരെയൊക്കെ ചെയ്യാലോ. നീ ഇനി സ്കൂട്ടറിൽ പോയാൽ മതി. നിന്നെ ഞാൻ സ്കൂട്ടർ പഠിപ്പിക്കാം. മാത്രമല്ല, പെൺകുട്ടികളായ സ്വയരക്ഷയ്ക്കുള്ള അടവുകളും പഠിച്ചിരിക്കണം. അല്ല ഗിരിയേട്ടൻ? ഗിരിയേട്ടൻ അത് സമ്മതം തന്നെയാ അല്ലേ ഗിരിയേട്ടാ?